ഓക്കെ, കുഞ്ഞുങ്ങളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇലക്ട്രോ കെമിക്കൽ സീരീസ്, മെറ്റലിന്റെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ് നമ്മൾ പഠിച്ചത്. മെറ്റലിന്റെ ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് റിയാക്ടിവിറ്റി കുറയുന്ന ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ റിയാക്ടിവിറ്റി ഒരു മെറ്റൽ റിയാക്റ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ എലമെന്റ്, ആ മെറ്റല് പെട്ടെന്ന് ഇലക്ട്രോണെ ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പം ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണെ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റൽ എന്തായിട്ട് മാറും? മെറ്റൽ അയോൺ ആയിട്ട് മാറും, അതായത് കാറ്റയോൺ ആയിട്ട് മാറും. ഈ കാറ്റയോൺ എവിടെ ആയിരിക്കും പോയി പറ്റി പിടിക്കുന്നത്? കാറ്റയോൺ പോയി കാഥോഡിലായിരിക്കും പോയി പറ്റി പിടിക്കുന്നത്. അതിന് കഴിവ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഏറ്റവും താഴെയുള്ള ആൾക്കാർക്കായിരിക്കും കഴിവ് കൂടുതൽ. അതായത് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചാർജിനെ കളയുക. അതായത് ഇപ്പൊ സോഡിയത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ എന്നെ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോഴത്തേക്കും എന്താവും? റിയാക്ഷൻ നടന്നിട്ട് എന്നെ ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? Na+ ആയിട്ട് ആ സൊല്യൂഷനകത്ത് കിടക്കും. ഓക്കെ ആണല്ലോ? പെട്ടെന്ന് തന്നെ ഇത് കാഥോഡാണ്, കാഥോഡിനകത്ത് മൊത്തം നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ടേക്ക് വലിക്കും. ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് ഇവൻ Na+ ആയിട്ട് ഒരിക്കലും ഇവിടെ പോയി പറ്റി പിടിക്കാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യും? ഇവൻ Na+ എന്ന് പറയുന്ന സാധനം ചാർജിനെ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചാർജിനെ കളഞ്ഞിട്ട് ന്യൂട്രൽ ആവും. ചാർജിനെ കളഞ്ഞിട്ട് വീണ്ടും ചാർജിനെ കളഞ്ഞിട്ട് ന്യൂട്രൽ ആവും എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് വാങ്ങും. അപ്പൊ എന്നിട്ട് എന്തായിട്ട് മാറും? Na ആവും. ആ Na പോയിട്ട് ഇവിടെ പോയി പറ്റി പിടിക്കും. അപ്പം ഈ ഇലക്ട്രോണെ ലൂസ് ചെയ്യാൻ ഈ ഭാഗം ഇങ്ങനെ, അതായത് ഇലക്ട്രോണെ ലൂസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കഴിവ് പൊട്ടാസ്യത്തിന്. ഏറ്റവും ലൂസ് ചെയ്യാൻ കഴിവ് കുറവ് ഏറ്റവും താഴത്തെ പ്ലാറ്റിനത്തിന്. എന്നാൽ ഡിസ്ചാർജ് ചെയ്യാൻ, അതായത് ഈ ആ അയോൺ ആയിട്ടുള്ള സാധനം കാഥോഡിൽ പോയി പെട്ടെന്ന് പറ്റി പിടിക്കാനുള്ള കഴിവ് ഏറ്റവും താഴെയുള്ളവനാണ് കൂടുതൽ. ഏതാണെന്നറിയോ? പ്ലാറ്റിനത്തിനാണ് കൂടുതൽ. മുകളിലുള്ളവന്, അതായത് സോഡിയം പൊട്ടാസ്യത്തിനും പെട്ടെന്ന് പോയിട്ട് ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. ഇലക്ട്രോണിനെ ലോസ് ചെയ്യാൻ കഴിവ് അവർക്കായിരിക്കും കൂടുതൽ, പക്ഷെ ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള കഴിവ് എന്താ? ഏറ്റവും താഴെയുള്ളവർക്കായിരിക്കും കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ഇരിക്കും താഴോട്ട് വര വിട്ടിട്ട് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എന്താണ് ഡിസ്ചാർജ് അറ്റ് കാഥോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അവിടെ വരെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് എഴുതാൻ പോകുന്നത് about electrochemical series എന്നൊരു ഹെഡിങ് ഉണ്ട്. about electrochemical series, about electrochemical series. അതിനകത്ത് ഓരോ ഡോട്ട് ഇട്ട് എഴുതിക്കോ. a metal with a higher position, with a higher position in the series displaces the metal with a lower position. അതെന്താന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. തൽക്കാലത്തേക്ക് അവിടെ നിൽക്കുക. അതേപോലെ തന്നെ metals below hydrogen cannot displace hydrogen from acids while those above it can. അടുത്തത് താഴെയുള്ള ആൾക്കാരാണോ മുകളിലുള്ള ആൾക്കാരാണോ കാഥോഡിൽ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്? താഴെയുള്ള ആൾക്കാർ. ഇപ്പൊ പറയുന്ന ആൾക്കാരുടെ ഇലക്ട്രോണെ പെട്ടെന്ന് ലൂസ് ആകാൻ കഴിവ് ആർക്കാ? മുകളിലുള്ള ആൾക്കാർ. പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കാൻ, അതുകൊണ്ടാണ് പെട്ടെന്ന് റിയാക്റ്റീവ് ആകുന്നത്. അത് അയോൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ പോയി പറ്റിപ്പിടിക്കാനുള്ള കഴിവ് കൂടുതൽ താഴെയുള്ളവർക്കായിരിക്കും. ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ്, പറ്റിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ Na+ വീണ്ടും എന്തായിട്ട് മാറുക? ആ കാഥോഡിൽ ഇലക്ട്രോണെ വാങ്ങിച്ചിട്ട് Na ആയിട്ട് മാറുക. അല്ലെങ്കിൽ പ്ലാറ്റിനം 4+ 4 ഇലക്ട്രോണെ കാഥോഡിൽ നിന്ന് മേടിച്ചിട്ട് പ്ലാറ്റിനമായിട്ട് അവിടെ പോയി പറ്റിപ്പിടിക്കുക. മനസ്സിലായോ? ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പം ഇതിന്റെ താഴെ, അതായത് ഇലക്ട്രോ കെമിക്കൽ സീരീസിന് താഴെയുള്ള ആൾക്കായിരിക്കും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ്. അതായത് അയോൺസ് ആയി കഴിഞ്ഞ് പിന്നെ ആറ്റം ആകാനുള്ള കഴിവ് കൂടുതൽ താഴെയുള്ളവർക്കായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ എലമെന്റ്സ് lower in the series get discharged more easily at cathode.
because their cations can easily gain electron. അതായത് Na പ്ലസ് എന്ന് പറയുമ്പോൾ എന്നയുടെ കാറ്റയോൺ, ആ Na പ്ലസ് എന്ന് പറയുന്ന കാറ്റയോണെക്കാട്ടിലും ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ പ്ലാറ്റിനം 4 പ്ലസ് എന്ന് പറയുന്നതിന്റെ പ്ലാറ്റിനത്തിന്റെ കാറ്റയോൺ ആയിരിക്കും, P4 പ്ലസിനായിരിക്കും, അല്ല Pt4 പ്ലസിനായിരിക്കും. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിനെ പെട്ടെന്ന് ലോസ് ചെയ്യാൻ കഴിവുള്ള ആൾക്ക് പിന്നീട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ കഴിവ് കുറവായിരിക്കും. ശരിയല്ലേ? ശ്രദ്ധിച്ചോണം, പല രീതിയിൽ നോക്കിക്കോണം. ഇലക്ട്രോണിനെ ലോസ് ചെയ്യാൻ കഴിവുള്ള ആരാ? പെട്ടെന്ന് ഇലക്ട്രോകെമിക്കൽ സീരീസിന് പെട്ടെന്ന് ഇലക്ട്രോണിനെ യൂസ് ചെയ്യാൻ കഴിവുള്ള ആരാ? അതായത് റിയാക്ഷൻ കൂടുതലുള്ളവർക്കായിരിക്കും പെട്ടെന്ന് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാൻ. അപ്പൊ സോഡിയം ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Na+ ആയി. പിന്നീട് ആ Na+ എന്ത് ചെയ്യും? കാഥോഡിൽ നിന്ന് ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് കാഥോഡിൽ പോയി പറ്റി പിടിക്കും. അപ്പം ഇവിടെ മനസ്സിലാക്കണം, പെട്ടെന്ന് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാൻ കഴിവുള്ളവന് പിന്നീട് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യാൻ കഴിവ് കുറവായി എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. അതാണ് അടുത്ത പോയിന്റ് വരുന്നത്. മെറ്റൽ ആറ്റംസ് which form their ions most easily. കേട്ടോ, പെട്ടെന്ന് അയോൺസ് ഫോം ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലേ? മോസ്റ്റ് easily will accept the electrons back from cathode with greatest difficulty. അടുത്തത് ഹൈഡ്രജൻ ഒരു നോൺ മെറ്റൽ ആണ്, പക്ഷെ നമ്മൾ മെറ്റലിനകത്താണ് അതിനെ പെടുത്തിയിരിക്കുന്നത്. ശരിയല്ലേ? അതിന്റെ പ്രത്യേകത നോക്കിയോ. ഹൈഡ്രജൻ ഹാസ് some properties of a metal. Example, it forms a positive ion. ശരിയല്ലേ? ഹൈഡ്രജൻ പോസിറ്റീവ് ആണോ ഫോം ചെയ്യുന്നത്? മെറ്റൽസും പോസിറ്റീവ് ആണോ ഫോം ചെയ്യുന്നത്? അപ്പൊ നോൺ മെറ്റൽ ആയിട്ട് കൂടി പോസിറ്റീവ് ആണ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനകത്ത് അത് കിട്ടത്. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ടാണ് ഹൈഡ്രജനെ പീരിയോഡിക് ടേബിളിൽ പ്ലേസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സം പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ദാറ്റ് ഈസ് ദേ ഫോം പോസിറ്റീവ് ആയിട്ട്. അതുകൊണ്ടാണ് അവിടെ ഓക്കെ ആണല്ലോ. ഇനി നമ്മളിപ്പം മെറ്റലിന്റെ ഇലക്ട്രോകെമിക്കൽ സീരീസിനെ റിയാക്ടിവിറ്റി സീരീസിനെ പറ്റിയാണ് പഠിച്ചത്. അടുത്തത് ആനയോൺസിന് ഇതുപോലെ ഒരു റിയാക്ടിവിറ്റി സീരീസ് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, കാറ്റയോൺസ് ഫോം ചെയ്താൽ കാറ്റയോൺസ് പോയിട്ട് കാഥോഡിൽ നിന്ന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ പോയി പറ്റി പിടിക്കുമായിരിക്കും. അപ്പൊ ആനയോൺസോ, ഇപ്പം NaCl-നകത്തൂടാണ് കറണ്ട് കടത്തി വിടുന്നതെങ്കിൽ Na+ന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. Cl- എന്താ സംഭവിക്കുന്നത്? Cl- നേരെ എവിടോട്ട് പോകും? ആനോഡിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ കാറ്റയോൺ കാഥോഡിൽ നിന്ന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് Na ആയിട്ട് അവിടെ പറ്റി പിടിച്ചതെങ്കിൽ ഇലക്ട്രോൺ അല്ല ക്ലോറിന്റെ ഇലക്ട്രോൺ അല്ലെങ്കിൽ ആനിയോന്റെ ഇലക്ട്രോണിനെ അവിടെ കൊടുത്തിട്ടാണ് അവിടെ പോയി പറ്റി പിടിക്കുന്നത്, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. മനസ്സിലായി? ഡിസ്ചാർജ് ചെയ്യുന്നത് എങ്ങനെയാ? ഇവിടെ ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. മനസ്സിലായി? Cl- ആവണമെങ്കിൽ എന്ത് ചെയ്യണം? Cl- ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ കൊടുക്കണം. ആനോഡിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവന് വേണമെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അവന് ഇലക്ട്രോൺ ഇഷ്ടമാണ്, അവന് ഇലക്ട്രോണിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്ത് ചെയ്യും? ക്ലോറിന്റെ ഉള്ള ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? അവൻ അങ്ങോട്ട് വാങ്ങിയിട്ട് അവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതും ഡിസ്ചാർജിങ് തന്നെയാണ്. പോസിറ്റീവ് ചാർജ് മാറിയിട്ട് ന്യൂട്രൽ ആകുന്നതും ഡിസ്ചാർജ് തന്നെയാണ്. നെഗറ്റീവ് ആയി മാറിയിട്ട് ന്യൂട്രൽ ആകുന്നത് കൊണ്ട് തന്നെയാണ് ഡിസ്ചാർജിങ് തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പം അവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ആരായിരിക്കും നല്ല രീതിയിൽ ഡിസ്ചാർജ്? ഇപ്പൊ പോസിറ്റീവ് ആയതിനകത്ത് പെട്ടെന്ന് എന്താണ് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന ആരാന്ന് നമുക്ക് മനസ്സിലായി, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ആരെന്ന് മനസ്സിലായി. ഇത് രണ്ടാൾക്കാർ.
അല്ലേ? മുകളിലുള്ള ആൾക്കാരെല്ലാം ഇലക്ട്രോണെ പെട്ടെന്ന് ലോസ് ചെയ്യുന്ന ആൾക്കാരും, പക്ഷെ ആ ലോസ് ചെയ്ത ഇലക്ട്രോണെ പെട്ടെന്ന് തിരിച്ചു മേടിക്കാൻ ആർക്കും പറ്റത്തില്ല, ആ മുകളിലുള്ളവർക്ക് പറ്റത്തില്ല. അപ്പൊ താഴെയുള്ളവരായിരിക്കും നല്ല രീതിയിൽ ഇലക്ട്രോണെ വാങ്ങി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ആനിയോണിനും അങ്ങനെ ഒരു കഴിവുണ്ട്. അതിന്റെ ഒരു സീരീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം എഴുതിക്കോ, ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഓഫ് ആനിയോൺ. അപ്പം ആനിയോൺസ് നെഗറ്റീവ്ലി ചാർജ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് അല്ലേ? ആനിയോൺസ് എന്താ സാധാരണ ചെയ്യുന്നത്? അപ്പൊ ആദ്യം ഒരു ഡോട്ട് ഇട്ടോ. ആനിയോൺസ്, അത് വേണമെങ്കിൽ അങ്ങോട്ട് ആദ്യം എഴുതിയിരിക്കാം. ആനിയോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ് ആയോൺ. ശരിയല്ലേ? ആണല്ലോ. on electrolysis they move towards എങ്ങോട്ടാ പോകുന്നത്? ആനോഡ്. they move towards ആനോഡ്. ആനോഡിലോട്ട് പോയിട്ട് അവൻ എന്തുവാ ചെയ്യുന്നത്? അവന്റെ കയ്യിലുള്ള ഇലക്ട്രോണെ ലൂസ് ചെയ്യും. ശരിയല്ലേ? they lose their extra electrons to anode and get discharged there. ചാർജ് മാറി. നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് ഇലക്ട്രോണെ അങ്ങോട്ടേക്ക് കൊടുത്തപ്പോൾ അത് ഡിസ്ചാർജ് ആയി. പോസിറ്റീവ് അയണിനെ ന്യൂട്രൽ ആക്കിയാലും ഡിസ്ചാർജിംഗ് എന്നാ പറയുന്നത്, നെഗറ്റീവ് അയണിനെ ന്യൂട്രൽ ആക്കിയാലും ഡിസ്ചാർജിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗെറ്റ് ഡിസ്ചാർജ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സംശയം ഉണ്ടായിരുന്ന ടോപ്പിക്കുകളാണ് എനിക്കറിയാം. കാരണം ഞാൻ പഠിച്ച സമയത്തൊക്കെ എനിക്ക് അവിടെ ഇവിടത്തെയൊക്കെ ഡിസ്ചാർജുകൾ ഇതിനെ പറ്റി ഒന്നും കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടല്ല ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയത്. ഞാൻ പരീക്ഷ എഴുതിയത് കുറേയൊക്കെ കാണാപ്പാടം പഠിച്ചാണ് എഴുതിയത്. അത് നമുക്ക് അന്ന് പറഞ്ഞു തരാനായിട്ട് ഒരു വലിയ ഇതുപോലെ ആരും പഠിപ്പിക്കുന്നതോ അല്ലെ മനസ്സിലാക്കി നല്ലതായിട്ട് പഠിപ്പിക്കുന്ന ഒരാളൊന്നും നമുക്കില്ലായിരുന്നു. അപ്പം അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിപ്പോയി. എനിക്ക് ഉണ്ടായിരുന്ന സംശയമായിരുന്നു ആനോഡിലും കാഥോഡിലും ഡിസ്ചാർജ് നടക്കുന്നത്, അതെന്താ സംഭവിക്കുന്നത്, ഇതൊക്കെ ഞാൻ കാണാപ്പാടം പഠിച്ചിട്ടാണ് എഴുതിയത്. പിന്നെ 12th ഒക്കെ വന്നപ്പോഴാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഓക്കെ, പിന്നെ ഡിഗ്രി വന്നപ്പോഴാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് അതിനു മുമ്പേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഇവിടെ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഇനി നെഗറ്റീവ് അയോണില് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് ആരാ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? നോക്കിയോളൂ. അപ്പം അതിന്റെ ഓർഡർ തന്നെ ഇങ്ങനെയാണ്. ആദ്യം SO4 2-, പിന്നെ NO3-, പിന്നെ Cl-, പിന്നെ Br-, പിന്നെ I-, പിന്നെ OH-. ഇതെങ്ങനെയാണെന്ന് അറിയാമോ? താഴോട്ട് വരുമ്പോൾ തോറും increasing ease of oxidation. Increasing ease of oxidation. Increasing ease of oxidation എന്ന് പറയുന്നത് എന്താ? Increasing ease of oxidation എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള കഴിവ്. അപ്പം ഇലക്ട്രോണിനെ ഇവിടെ ഇൻക്രീസിങ് ഈസ് ഓഫ് ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ താഴോട്ടാ. ഇൻക്രീസിങ് ഈസ് ഓഫ് മുകളിലോട്ട്. ഇൻക്രീസിങ് ഈസ് ഓഫ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള കഴിവ്. അപ്പം ഏറ്റവും നന്നായിട്ട് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള കഴിവ് ആർക്കായിരിക്കും? മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ OH- അതേപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് വേറൊരു കാര്യം കൂടെ. ഇൻക്രീസിങ് ഈസ് ഓഫ് ഡിസ്ചാർജ് ഇങ്ങോട്ട് തന്നെ. ഇൻക്രീസിങ് ഈസ് ഓഫ് ഡിസ്ചാർജ്. ഈ ചാർജിനെ മാറ്റിയിട്ട് ന്യൂട്രൽ ആവുന്നത് ആരായിരിക്കും ഇതിനകത്ത്? ഏറ്റവും നന്നായിട്ട് താഴോട്ട് വരുമ്പോഴാണ് ഇൻക്രീസിങ് ഈസ് ഓഫ് ഡിസ്ചാർജ് വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ OH- ആയിരിക്കും കേട്ടോ. എനിക്ക്
ഇത് രണ്ടും ഇങ്ങനെ തന്നെയാണ്. ഇതിനർത്ഥം എന്തുവാ? ഇതിനർത്ഥം എന്തുവാ? ലോവർ ദ പൊസിഷൻ ഓഫ് ആൻ ആനിയോൺ എന്താ അർത്ഥം? മോർ ഈസിലി എന്താണ്? ഇറ്റ് ഗെറ്റ് ഡിസ്ചാർജ് അല്ലേ? ഇറ്റ് ഗെറ്റ് ഡിസ്ചാർജ്ഡ് അറ്റ് ആനോഡ്. ശരിയല്ലേ? കാരണം നമ്മൾ ഈ ഓർഡർ എഴുതിയിരിക്കുന്നത് ആനോഡ് എന്നാണ്. ഈ ഓർഡർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? മുകളിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും? താഴെയുള്ള ആൾക്കാരായിരിക്കും. ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്ന ആളും ആരായിരിക്കും? താഴെയുള്ള ആളായിരിക്കും. കാരണം ഇൻക്രീസിങ് ഈസ് ഓഫ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അതും കൂടെ ഒന്ന് എഴുതിക്കോ. ഹയർ ദ പൊസിഷൻ ഓഫ് ആൻ ആനിയോൺ, more difficult for it to lose electron, that is to get oxidized. കേട്ടോ, മുകളിലുള്ളവർക്ക് ഇലക്ട്രോൺ യൂസ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. താഴോട്ട് വരുമ്പോഴാണ് ആ കഴിവ് ഇൻക്രീസിങ് ഈസ് ഓഫ് ഓക്സിഡേഷൻ കൂടുതൽ താഴോട്ട് വരുമ്പോൾ. അപ്പൊ പെട്ടെന്ന് ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള കഴിവും പോയിട്ട് ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് ആർക്ക് തന്നെ കൂടുതൽ? താഴെയുള്ളവർക്കാണ്. പക്ഷെ നേരത്തെ എങ്ങനെയായിരുന്നു? കാറ്റോണിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? ഇലക്ട്രോണിനെ പെട്ടെന്ന് ലൂസ് ചെയ്യാനുള്ള കഴിവ് മുകളിലുള്ളവർക്കും ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് താഴെയുള്ളവർക്കുമാണ്. കേട്ടോ, അത് എപ്പോഴും ഓർത്തോണം. വ്യത്യാസം മനസ്സിലാക്കിക്കോണേ. ഓൺലൈനിലുള്ളവരെല്ലാം വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചോദിച്ചിട്ടെ, ഒരു സോൾഡ് സൊല്യൂഷനകത്ത് 2 കാറ്റയോണും 2 ആനിയോണും ഉണ്ടെങ്കിൽ അത് ആരാണ് കാഥോഡിലോട്ട് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പം Cu2+ H+ ഉണ്ട്, രണ്ടും പോസിറ്റീവാണ്. രണ്ടും എങ്ങോട്ടേക്ക് പോകാൻ കഴിവുള്ളവരാ? കാഥോഡിലേക്ക് പോകാൻ കഴിവുള്ളവരാ. ഇതിൽ ആരായിരിക്കും ആദ്യം പോകുന്നത്? അല്ലെങ്കിൽ ആരായിരിക്കും പോകാൻ സാധ്യത? Cu2+ഉം H+ 2 അയോൺസ് സൊല്യൂഷനകത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. ആര് പോകും? അതൊരു പ്രിഫറൻഷ്യൽ ഡിസ്ചാർജ് തിയറി എന്ന് പറയുന്ന തിയറി ഉണ്ട്. അതിനനുസരിച്ച് ഈ മോളിക്യൂൾസിനെല്ലാം, ഈ ആനിയോൺസിന് കാറ്റയോൺസിനെല്ലാം ഒരു പ്രിഫറൻഷ്യൽ ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ചായിരിക്കും പോകുന്നത്. ഓക്കെ ആണല്ലോ? അതേപോലെ ആനിയോൺസിനുണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അടുത്തത് അതാണ് എഴുതാൻ പോകുന്നത്. ഇത് എഴുതി കഴിഞ്ഞോ? ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. പ്രിഫറൻഷ്യൽ or selective discharge of ions at electrodes. അത് എന്താണെന്നറിയാമോ? when two or more ions of the same charge രണ്ട് പോസിറ്റീവ് ചാർജോ രണ്ട് നെഗറ്റീവ് ചാർജോ are present in a solution of an electrolyte under identical condition and are competing competing for the discharge at same electrode. One of them gets preferentially discharged. This is known as selective discharge of ions.
സെറ്റ് ആണോ? ക്ലിയർ ആണോ? അതായത് ഒന്നിൽ കൂടുതൽ സെയിം ചാർജ് ഉള്ള സ്പീഷ്യസ് ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനകത്ത് ഉള്ളപ്പോൾ അതിൽ ആ രണ്ട് സെയിം ചാർജ് ഉള്ള ആൾക്കാർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. കാരണം കാഥോഡിലോ അല്ലെ ആനോഡിലോ പോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിൽ ഒരെണ്ണം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രിഫറൻഷ്യലി ഡിസ്ചാർജ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പൊ അത് പ്രിഫറൻഷ്യൽ ഡിസ്ചാർജ് തിയറി വെച്ചിട്ടാണ്, അതിന് കുറെ ക്രൈറ്റീരിയസ് ഉണ്ട്, അതനുസരിച്ചാണ് അത് ഡെപ്പോസിഷൻ നടക്കുന്നത്. അതാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. എഴുതിക്കോളൂ. എഴുതി കഴിഞ്ഞിട്ടേ ഓൺലൈൻ എഴുതിയോ? മിഷേൽ എഴുതിയോ? മിഷേൽ, സന, അഭിനവ്, ആരോൺ എഴുതി. അഭിനവ് എഴുതി സർ. എഴുതി. മിഷേൽ ഓക്കെ. ഇവിടെ നോക്കിക്കോളൂ. ഇനി ഈ സെലക്ടീവ് ഡിസ്ചാർജ് നടക്കുന്നത് ഒരു 3 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ, അതായത് എഴുതുക, ഒരു ഡോട്ട് എഴുതുക. This depends on 3 factors. ഒരു സ്റ്റാർ ഇട്ട് എഴുതുക. ഒന്ന്, the relative position in the activity series എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിച്ച മറ്റേ 2 സീരീസ് ആക്ടിവിറ്റി സീരീസ്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the relative concentration of ions. മൂന്നെന്ന് പറയുന്നത് the nature of electrode. ഓക്കെ ആണോ? ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ electrolysis of copper sulfate solution. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സൊല്യൂഷൻ എന്ന് പറയുമ്പോഴേ നിങ്ങൾ ചിന്തിച്ചോണം അതിനകത്ത് വെള്ളം ഉണ്ടെന്ന്. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CuSO4 എന്നേ ഉള്ളൂ. പക്ഷെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്യുമ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ CuSO4 മോളിക്കൂളും ഉണ്ട്, H2O മോളിക്കൂളും ഉണ്ട്. അപ്പൊ കറണ്ട് കടത്തി വിടുമ്പോൾ ഏതൊക്കെ സ്പ്ലിറ്റ് ആവും? രണ്ടും സ്പ്ലിറ്റ് ആവും. CuSO4 സ്പ്ലിറ്റ് ആവും, H2O സ്പ്ലിറ്റ് ആവും. അപ്പൊ അവിടെ 2 പോസിറ്റീവ് ആണ്, 2 നെഗറ്റീവ് ആണ് ഉണ്ടാവും. മനസ്സിലായോ? ആ ഐഡിയ വെച്ചാണ് നോക്കേണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോണം, അതായത് ഈ CuSO4 സൊല്യൂഷൻ എന്ന് പറയുന്നതിന് പകരം അക്വസ് CuSO4 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. അക്വസ് എന്ന് പറയുന്നത് വെള്ളം ചേർത്തതെന്നർത്ഥം. ഓക്കെ, ഈ അക്വസ് CuSO4 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചോണം എന്താണ്? CuSO4 പ്ലസ് എന്ന H2O എന്നുള്ള കാര്യം ആലോചിച്ചു. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടിനും ഇത് സംഭവിക്കും. അതായത് CuSO4, അതായത് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് എന്ത് സംഭവിക്കും? CuSO4 എന്തായിട്ട് മാറും? CuSO4 എന്തായിട്ട് മാറും? Cu2+ ആയിട്ടും SO4 2- ആയിട്ടും മാറും. ആണോ? അതേപോലെ തന്നെ H2O എന്തായിട്ട് മാറും? H+ ഉം OH- ആയിട്ട് മാറും. ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പം ഇതിനകത്തെ കാറ്റിയോൺസ് ആയിരിക്കുക, ഈ സൊല്യൂഷനകത്ത് ഇപ്പോൾ ഉള്ള കാറ്റിയോൺസ് ആയിരിക്കുക Cu2+ ഉം ആൻഡ് H+ ഉം അല്ലേ? ആനയോൺസ് ആയിരിക്കുക ആനയോൺസ് SO4 2- അതേപോലെ തന്നെ ആൻഡ് OH- ആണല്ലോ? OH-. ഇതിനകത്ത് ആരായിരിക്കും പറ്റിപ്പിടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ H+ ആണോ Cu2+ ആണോ പറ്റിപ്പിടിക്കുന്നത്? അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് നോക്കുക. റിയാക്ടിവിറ്റി സീരീസ് ഇത് പഠിക്കാൻ വേണ്ടി ഒരു പാട്ട് ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താ പറയുക? ഫോസോകാമ അൽസി ഇർനീറ്റിയിലെ ഹൈക്കോമേഴ്സി പ്ലാഗോ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആ റിയാക്ടിവിറ്റി സീരീസ് എടുത്തിട്ട് നിങ്ങളുടെ അതിന്റെയൊക്കെ റിയൽ നെയിമിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി.
അതിന്റെ റിയൽ നെയിമിന്റെ ഫ്രണ്ടിലത്തെ, അതായത് ഇപ്പൊ കെ എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം, എൻ എന്ന് പറയുമ്പോൾ സോഡിയം, എന്താണ് അടുത്തത് സി എന്ന് പറയുമ്പോൾ കാൽസ്യം, എം ജി എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം, അലൂമിനിയം. അപ്പൊ ഞാൻ നോക്കിയോ, പൊട്ടാസ്യം പോ, സോഡിയം സോ, പൊസോ ഗാമ മഗ്നീഷ്യം, അലൂമിനിയം അൽ, അടുത്ത സിങ്ക് അൽ സി, അടുത്ത അയൺ ഇർ നീ, അടുത്തത് എസ് ബി ടിൻ, ടി അടുത്ത ലെഡ് ലേ, ടി ലേ, അടുത്ത ഹൈഡ്രജൻ ഹൈ, പിന്നെ കോപ്പർ കോ, ഹൈക്കോ, എച്ച് ജി എന്ന് പറയുമ്പോൾ മെർക്കുറി, അപ്പം ഹൈക്കോ മേർ, മെർക്കുറിയുടെ മെർ, അടുത്തത് എന്താ, അടുത്ത എ ജി സിൽവർ, അപ്പൊ മേഴ്സി എന്ന് പറയും, മേഴ്സി മെർക്കുറി സിൽവർ മേഴ്സി. അടുത്തത് എന്താണ്, ഗോൾഡ് പ്ലാറ്റിനം, അപ്പം എന്താണ് ഗോപ്ല, പ്ലാഗോ എന്നാണ് ശരിക്കും ഞാൻ പറഞ്ഞത്, അപ്പൊ ഗോപ്ല എന്ന് ഓർത്താൽ നിങ്ങളുടെ അതിനകത്ത് അങ്ങനെ ശരിക്കും അല്ല ഗോപ്ല തന്നെ. ഓക്കെ, അപ്പം ഏറ്റവും താഴെ പ്ലാറ്റിനം ആണല്ലോ, അപ്പം അങ്ങനെ ഓർക്കാം. അപ്പൊ ഇതിനകത്ത് റിയാക്ടിവിറ്റി സീരീസ് ഇപ്പൊ ഈ തന്നിരിക്കുന്ന കാറ്റോണിൽ ആരായിരിക്കും മുകളിലുള്ളത്, ആരായിരിക്കും താഴെയുള്ളത്? ഹൈക്കോ ആയിരുന്നു, ഹൈക്കോ, ഹൈഡ്രജൻ മുകളിലും കോപ്പർ താഴെയോ, അപ്പൊ ആർക്കായിരിക്കും പ്രിഫറൻസ് കൂടുതൽ? ഇവിടെ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്ന കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ഡിസ്ചാർജ് ചെയ്യുന്ന കഴിവ് കൂടുമെന്നാണ് പറഞ്ഞത്, ഇല്ലയോ? അപ്പൊ ഇവിടെ ആർക്കായിരിക്കും, ഹൈഡ്രജൻ മുകളില് കോപ്പർ താഴെ, ആർക്കായിരിക്കും ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ? താഴെ. അപ്പൊ കോപ്പർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, പറ്റിപ്പിടിക്കുന്നത്. കാരണം എന്താ, നമ്മൾ പറഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസിൽ താഴെയുള്ളവനാണ് ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ, ശരിയല്ലേ, മുകളിലുള്ളവനേക്കാൾ. പക്ഷെ ഇലക്ട്രോണെ യൂസ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ മുകളിലുള്ളവനാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, among cations Cu2 plus get discharged at cathode because its position is lower in the activity series. ആണല്ലോ. അടുത്തത് ആനിയോൺസ് ഏതൊക്കെയാ, OH മൈനസും SO4 മൈനസും. ഇതിനകത്ത് ഇവർ രണ്ടുപേരും ആനോഡ്, ഇതിനകത്ത് രണ്ടുപേരും അവിടെ അതിനടുത്തോട്ട് പോകും അട്രാക്ഷൻ ഉള്ളതുകൊണ്ട്, പക്ഷെ പറ്റിപ്പിടിക്കുന്ന കാര്യമേ ഉള്ളൂ, കോപ്പറേ ഉള്ളൂ. അതേപോലെ തന്നെ SO4 മൈനസും OH മൈനസിനും ഡിസ്ചാർജിങ് കഴിവ് കൂടുതലുള്ള ആൾക്കായിരിക്കും. നമ്മൾ ആ ഓർഡർ നോക്കിയപ്പം മുകളിൽ താഴോട്ട് വരുമ്പോൾ ഓക്സിഡേഷൻ കൂടുന്നതും താഴോട്ട് വരുമ്പോഴാണ്, ഡിസ്ചാർജ് കൂടുന്നതും താഴോട്ട് വരുമ്പോഴാണ്. അപ്പൊ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കഴിവ് ഡിസ്ചാർജ് ചെയ്യാൻ? കാരണം SO4 മൈനസിനെക്കാട്ടിലും കൂടുതൽ ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് OH മൈനസിനായിരിക്കും, ഇല്ലയോ? അപ്പം ഇങ്ങനെ എഴുതാം, among anions OH minus ions get discharged at anode as its position is lower in the activity series of anion. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു, ആനിയോന്റെ ആക്ടിവിറ്റി സീരീസിൽ ലോവറിലുള്ളവർക്കായിരിക്കും ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ. അതേപോലെ തന്നെ കാറ്റയോൺസിന്റെ ആക്ടിവിറ്റി സീരീസിലും, കാറ്റയോൺസ് മീൻസ് മെറ്റൽസിന്റെ ആക്ടിവിറ്റി സീരീസിൽ ലോവറിലുള്ള ആൾക്കാർക്കായിരിക്കും ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ റിയാക്ഷൻ കൂടെ ഒന്ന് ഇതിന്റെ കൂടുതൽ ഒന്ന് എഴുതിയിട്ടേക്കണേ. Cu2 പ്ലസ് കാഥോഡിൽ നിന്ന് 2 ഇലക്ട്രോണെ വാങ്ങിച്ചിട്ട് Cu ആയിട്ട് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. OH മൈനസ് എന്ന അയോൺസ് എന്ത് ചെയ്യും, OH മൈനസ് അയൺസ് അവന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണിനെ കൊടുക്കും, ആർക്കാ, ആനോഡിന് കൊടുത്തിട്ട് OH ആയിട്ട് മാറും. ഓക്കെ, ഇനി OH ആയിട്ട് ഒരിക്കലും OH എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു OH എന്ത് ചെയ്യും, വീണ്ടും ഒരു OH, ഒരു ഇലക്ട്രോണിനെ യൂസ് ചെയ്തിട്ട് ഒരു OH കൂടെ ഉണ്ടാവും, അത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്താവുമെന്ന് അറിയാം, H2O ആയിട്ട് മാറും, H2O പ്ലസ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഈ O വീണ്ടും ഒരു മോളിക്കൂൾ ചേരുമ്പോൾ ഒരു ഓയും ഉണ്ടാവും, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പോകും. ശരിക്കും ഇത് മാത്രം പഠിച്ചാൽ മതി, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒരിക്കലും OH ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, അടുത്ത ഒരു OH മൈനസും കൂടെ ഒരു ഇലക്ട്രോണെ യൂസ് ചെയ്തിട്ട് ഒരു OH കൂടെ ഉണ്ടാവും, ആ OHും ഈ OHും കൂടെ ചേർന്നിട്ട് H2Oയും Oയും ഉണ്ടാവും. Oയ്ക്ക് O ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വീണ്ടും ഇതുപോലെ ഉണ്ടാകുന്ന ഇതിനകത്ത് O ഉണ്ടാകുമ്പോൾ ആ Oയുമായിട്ട് ഈ O ചേർന്നിട്ട് O2 ആയിട്ട് വരും.
അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറും ഓക്സിജനും ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി രണ്ടാമത്തേത് രണ്ടാമത്തെ ഫാക്ടർ ഏതാ അഫക്ട് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ ആണ്, ഇല്ലയോ? ശരിയല്ലേ? കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇത് എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് റിലേറ്റീവ് ആസ് പെർ റിലേറ്റീവ് പൊസിഷൻ എന്ന് കൊടുത്തേരെ. ഇവിടെ ആസ് പെർ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ആനിയോൺ ആൻഡ് കാറ്റയോൺ ആനിയോൺ ആൻഡ് കാറ്റയോൺ. അതിന്റെ എക്സാമ്പിൾ ആണ് ഇത് കേട്ടോ. കാരണം പൊസിഷൻ അനുസരിച്ചാണല്ലോ നമ്മൾ ഇത് പറഞ്ഞത്. രണ്ടാമത്തേത് എക്സാമ്പിൾ രണ്ടാമത്തേത് എഴുതേണ്ടത് എക്സാമ്പിൾ 2 എഴുതുന്നത് ആസ് പെർ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഇൻ ഇലക്ട്രോലൈറ്റ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞത് ഇലക്ട്രോലൈറ്റ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് നോക്കാം ഇലക്ട്രോലിസിസ് ഓഫ് കോൺസെൻട്രേറ്റഡ് ഇലക്ട്രോലിസിസ് ഓഫ് കോൺസെൻട്രേറ്റഡ് NaCl സൊല്യൂഷൻ. അപ്പൊ NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? എന്താ മനസ്സിലാക്കേണ്ടത്? NaCl ഉണ്ടാവും, H2O ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോലിസിസ് നടക്കുമ്പോൾ ഡ്യൂറിങ് ഇലക്ട്രോലിസിസ് എന്ത് സംഭവിക്കും? ഡ്യൂറിങ് ഇലക്ട്രോലിസിസിൽ എന്ത് സംഭവിക്കും? NaCl എന്താണ്? NaCl എന്തായിട്ട് മാറും? NaCl എന്തായിട്ട് മാറും? Na പ്ലസും Cl മൈനസ് ആയിട്ട് മാറും. H2O എന്തായിട്ട് മാറും? H പ്ലസും OH മൈനസും ആയിട്ട് മാറും. ആണോ? അപ്പം ഇവിടെ അപ്പം ഇവിടെ കാറ്റയോൺസ് ഏതൊക്കെയാന്ന് നോക്കണം. അപ്പൊ ഇവിടെ കാറ്റയോൺ ഏതൊക്കെയാ? കാറ്റയോൺ Na പ്ലസും ഉണ്ട്, അതേപോലെ തന്നെ H പ്ലസും ഉണ്ട്. ശരിയല്ലേ? ആൻഡ് H പ്ലസ്. ആനിയോൺ ഏതൊക്കെയാ? ആനിയോൺ Cl മൈനസും OH മൈനസും ആണല്ലോ. എപ്പോഴും ആലോചിച്ചോണം, ഇതിനകത്ത് കോൺസെൻട്രേഷൻ കൂടുതൽ എപ്പോഴും ആർക്കായിരിക്കും? Na പ്ലസിനും Cl മൈനസിനും ആയിരിക്കും കൂടുതൽ. വാട്ടറിനെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ കുറയുമല്ലേ? വാട്ടറിന് കോൺസെൻട്രേഷൻ ഇല്ല. അപ്പം ഇതിനകത്ത് സോഡിയത്തിന് NaCl ആയിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പം കോൺസെൻട്രേഷൻ കൂടുതലുള്ളതായിരിക്കും കൂടുതൽ ഡിസ്ചാർജ് നടക്കുന്നതെന്നാണ് നാട്ടുനടപ്പ്. എന്നാൽ ഇവിടെ വേറൊരു ക്രൈറ്റീരിയ ഉണ്ട്. എമംഗ് Na പ്ലസ് ആൻഡ് H പ്ലസ് despite of higher concentration of Na പ്ലസ്. അതിന് ഹയർ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നിട്ട് കൂടി H പ്ലസ് ആയിരിക്കും. H പ്ലസ് ഡിസ്ചാർജ് get discharge at cathode more easily than Na plus. അതിന്റെ കാരണം എന്താ? Na plus ആണോ H plus ആണോ റിയാക്റ്റീവ് സീരീസിൽ താഴെ നിൽക്കുന്നത്? താഴെ നിൽക്കുന്നവര് മുകളിൽ നിൽക്കുന്നവരെക്കാളും നല്ലതായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ കഴിവുള്ളവരെന്നല്ലേ പറഞ്ഞത്. പക്ഷെ കോൺസെൻട്രേഷൻ കൂടുതലായിരുന്നിട്ട് കൂടി, കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ആരായിരുന്നു ആദ്യം ഡിസ്ചാർജ് ചെയ്യേണ്ടത്? Na പ്ലസ് ആയിരുന്നു. പക്ഷെ Na പ്ലസിന്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ H പ്ലസ് ഒത്തിരി താഴെയാണ്. അപ്പൊ കോൺസെൻട്രേഷൻ എത്ര കൂടി നിന്നാലും അതിനെ എന്ത് ചെയ്യത്തില്ല? അതിനെ അഫക്ട് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ H പ്ലസ് തന്നെയായിരിക്കും അത് ഇത് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം H പ്ലസ് എന്ത് ചെയ്യുന്നു? H പ്ലസ് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് H ആയിട്ട് പോകുന്നു. ഇത് H ആക്കുവോ? വീണ്ടും എന്ത് ചെയ്യും? വേറെ H പ്ലസ് ഒരു ഇലക്ട്രോണിനെ കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് H ആവും. കാരണം എന്താ? H ഒരിക്കലും H ആയിട്ട് നിൽക്കത്തില്ല, H2 ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത H പ്ലസ് ഒരു ഇലക്ട്രോണിനെ കൂടെ ഇതാക്കിയിട്ട് എന്താ H ആവുന്നു. വീണ്ടും H പ്ലസ് H ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു? H2 ആയിട്ട് മാറുന്നു. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഇത് ഒറ്റയടിക്ക് വേണമെങ്കിൽ എഴുതാം. എങ്ങനെ എഴുതാന്ന് അറിയാമോ? ഓർ രണ്ട് H പ്ലസ് അയോൺസ് രണ്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട്
H2 ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്ത് മുകളിലോട്ട് വരും. ഇനി യമം, അടുത്തത് യമം Cl മൈനസ് ആൻഡ് OH മൈനസ്. ആർക്കായിരിക്കും ഡിസ്ചാർജിങ് കഴിവ് കൂടുതൽ? ഓക്കെ, ഇവിടെ ഇതിനകത്ത് പറയുമ്പോൾ ആനിയോണ്ട് പറയുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ആ കോൺസെൻട്രേഷൻ കൂടുതലുള്ളവരായിരിക്കും പറ്റിപ്പിടിക്കുന്നത്. അപ്പൊ മറ്റേ സീരിയസ് നോക്കരുത്. അപ്പൊ ഇവിടെ Cl മൈനസ് ആയതുകൊണ്ട്, പക്ഷെ കാറ്റയോൺ നോക്കുമ്പോൾ എന്താണ് പൊസിഷൻ നോക്കണം. ഒത്തിരി എന്താ ഈ Cl OH തമ്മിൽ എത്ര പൊസിഷന്റെ വ്യത്യാസമുണ്ട്? 2 പൊസിഷന്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? അപ്പം അതിനെ കൗണ്ടർ ആക്ട് ചെയ്യാനായിട്ടുള്ള പൊസിഷൻ ഒന്നും അല്ല, വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ആയിരിക്കും അവിടെ എന്താണ് ഇച്ചിരി എന്താണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം among Cl minus and OH minus, Cl minus ions gets discharged at anode even though the position of OH minus ions is lower in the activity series of anions. അപ്പോൾ എന്താ ചെയ്യുന്നത്? Cl മൈനസ് ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് Cl ആയിട്ട് പോകും. നമുക്ക് ഇങ്ങനെ എഴുതണോ? Cl ആയിട്ടാണോ നിൽക്കുന്നത്? അല്ല, വീണ്ടും ഒരു Cl മൈനസ് ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് Cl ആവും. അപ്പൊ എന്ത് ചെയ്യും? Cl പ്ലസ് Cl gives എന്താ? Cl2. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 2 Cl മൈനസ് 2 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് Cl2 ആയി എഴുതാം. ഇത് ഒരുമിച്ച് എഴുതി. ശരിയല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എല്ലാവരും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഈ ചാപ്റ്റർ ലോജിക് വൈസ് കുറച്ച് പഠിക്കണം. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലാക്കി പഠിച്ചാലേ ഈ ചാപ്റ്ററിനകത്ത് എന്തെങ്കിലും മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി അടുത്തത് മൂന്നാമതൊരു ഫാക്ടർ ഉണ്ടല്ലോ, നേച്ചർ ഓഫ് ഇലക്ട്രോഡ്. അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അതായത് ആസ് പെർ നേച്ചർ ഓഫ് ഇലക്ട്രോഡ്. എക്സാമ്പിൾ 3 ആണ്. അപ്പം നമുക്ക് ഇലക്ട്രോഡ് 2 ടൈപ്പ് ഉണ്ട്. ഇനർട്ട് ഇലക്ട്രോഡ് ഉണ്ട്, ആക്റ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്. ഇനർട്ട് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോഡിനെയാണ് ഇനർട്ട് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം എന്ത് ചെയ്തു? ആനോഡും കാഥോഡും എന്താ റിയാക്ഷനിൽ പങ്കെടുത്തില്ലയോ? റിയാക്ഷൻ പങ്കെടുത്തോ? കാരണം നമ്മൾ ആനോഡിനകത്തുള്ള ആറ്റങ്ങള് അയോൺസ് ആയിട്ട് ഇതിനകത്ത് ലയിച്ചെന്നോ അല്ലെ കാഥോഡിനകത്തുള്ള ആറ്റങ്ങള് ഇലക്ട്രോണെ ലൂസ് ചെയ്തതായിട്ടൊന്നും നമ്മൾ പറഞ്ഞില്ല. നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോലൈറ്റിനകത്തുള്ള ആൾക്കാരെ അവിടെ പോയി പറ്റി പിടിച്ചെന്നോ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മള് സംഭവിക്കാതെ, പക്ഷെ നമ്മൾ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ശരിക്കും ഈ ആനിയോൺസും കാറ്റിയോൺസും ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെ തന്നെ ഇതിനകത്തുള്ള ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ലയിക്കുകയും ചെയ്യും. രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കും. അപ്പൊ അതും റിയാക്ഷനകത്ത് പങ്കെടുക്കുന്ന അർത്ഥം. അപ്പം ആനോഡും കാഥോഡും റിയാക്ഷനകത്ത് പങ്കെടുക്കുന്ന ഇലക്ട്രോണിനെയാണ് ആക്റ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. എന്നാൽ ഗ്രാഫൈറ്റ്, പ്ലാറ്റിനം പോലെയുള്ള ഇലക്ട്രോഡ് എന്ത് ചെയ്യുന്നറിയാമോ? അത് നിങ്ങൾ ആനോഡും കാഥോഡും ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർഫസ് വിട്ടുകൊടുക്കുന്നേ ഉള്ളൂ, അത് റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. ഇലക്ട്രോൺസിനെ ഒക്കെ അത് പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ? ആനിയോണിന്റെ ഇലക്ട്രോണെ ആനോഡ് വാങ്ങിക്കും, കാറ്റിയോൺ പോയിട്ട് ഇലക്ട്രോണെ വാങ്ങിച്ചിട്ട് അവിടെ പോയി പറ്റി പിടിക്കും. ഇതെല്ലാം അവർ ചെയ്യും. പക്ഷെ അവരെന്ത് ചെയ്യത്തില്ല? അവർ റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. അങ്ങനെയുള്ള ഇലക്ട്രോഡുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനർട്ട് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. Electrodes can either be inert or active.
inert or active. അതേപോലെ തന്നെ inert electrode if ഇത് ഒരു ഡോട്ട് ഇട്ട് അടുത്ത ഡോട്ട് if inert electrodes like graphite and platinum are used they will not take part in electrolysis അല്ലെങ്കിൽ electrolytic reaction. They will not take part in electrolytic reaction. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോഡിന്റെ നേച്ചറിനെ ആ ഡെപ്പോസിഷൻ എന്ത് ചെയ്യത്തില്ല, അഫക്ട് ചെയ്യത്തില്ല ഇനർട്ട് ഇലക്ട്രോഡ് ആണെങ്കിൽ. അപ്പൊ അവിടെ തീരുമാനം എടുക്കുന്നത് എന്ത് തന്നെയാണ്, കോൺസെൻട്രേഷനും പൊസിഷനും തന്നെയായിരിക്കും എടുക്കുന്നത്. കാരണം ഇലക്ട്രോഡിന്റെ നേച്ചറും ഇലക്ട്രോഡ് പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇലക്ട്രോഡിന്റെ നേച്ചറിനെ അഫക്ട് ചെയ്തില്ലല്ലോ. മനസ്സിലായോ? In this case discharge of anion and cation depends on the first and second factor. ശരിയല്ലേ? ആണോ? അതേത് ഫാക്ടർ ആണെന്നുള്ള ആരും അറിയാലോ. ഞാൻ എഴുതുന്നുള്ളൂ പെട്ടെന്ന് നോട്ട് എഴുതാൻ വേണ്ടി. എന്നാൽ അടുത്തത് the active electrode like CuNiAg if used the product formed is different. The product formed is different. ഇത് ഒരു പെയിന്റിംഗ് ഇട്ടേര് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇലക്ട്രോളിസിസ് എക്സാമ്പിൾ. നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ അടുത്തൊരു സെഷൻ വരുന്നുണ്ട് ലാസ്റ്റ്. അതിനകത്ത് ആക്റ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്താ ഇലക്ട്രോഡ് പ്ലേറ്റിംഗ്, ആസ് ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ് വേണമെങ്കിൽ കൊടുക്കും, ആസ് ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ്. അത് ഇവിടെ കൊടുത്തു, അത് അവിടെ വരുമ്പോൾ പഠിപ്പിക്കാം. ഇവിടെ ഞാൻ എക്സാമ്പിൾ എഴുതുന്നില്ല. ഇതിന്റെ നിങ്ങൾക്ക് ഇനി അടുത്ത പഠിക്കാനുള്ളതിന്റെ ഒക്കെ ഫിഗർ ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. ഓക്കെ, അതൊന്ന് കൺഫേം ചെയ്യണേ. ഫിഗർ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കാം. ഫിഗർ ഇപ്പൊ ചോദിക്കാറില്ല, നേരത്തെ ഒക്കെ ഫിഗറും പഠിക്കണമായിരുന്നു. ഇപ്പം ജനറലി ഒരു 4 വർഷമായിട്ട് കണ്ടുവരുന്നത് ഫിഗർ തരും, അതിൽ നിന്ന് ഒരു ആനോഡ് കാഥോഡ് എടുത്ത് എഴുതുക, അങ്ങനെയുള്ള കാര്യം. എവിടെയാണ് ഓക്സിഡേഷൻ നടന്നത്, എവിടെയാണ് റിഡക്ഷൻ നടന്നത്, എവിടെയാണ് ഏത് കാറ്റോൺ എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യമായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഫിഗർ ഒന്നും എന്താണ് വരച്ചു പഠിപ്പിക്കുന്നില്ല. ഫിഗർ തരാം, അതിനനുസരിച്ച് ബേസ് ചെയ്തിട്ട് പഠിപ്പിക്കാം. ഓക്കെ, അപ്പം ഇത്രയും ഓക്കെ ആണോ? എഴുതിയോ? ആരോൺ ഓക്കെ ആണോ? ആരോൺ, സന, അഭിനവ്, എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഏതാ? ഓക്കെ, ബാക്കിയുള്ളവര് സന, ഓക്കെ, അഭിനവ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, ഇനി നമ്മൾ പ്യുവർലി ഈ ഇലക്ട്രോളിസിസ് റിയാക്ഷനിലേക്ക് പോകാൻ പോവാം കേട്ടോ. അപ്പം ഓരോ ആൾക്കാരെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യാൻ പോവാം. അപ്പൊ നിങ്ങൾ ആദ്യം ആലോചിച്ചോണം, നമ്മൾ ആരെ ഇലക്ട്രോളിസിസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ചേമ്പർ ഉണ്ടാക്കണം. ആ ചേമ്പറിനകത്ത് അതിന്റെ അക്വ സൊല്യൂഷൻ ആഡ് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് 2 ഇലക്ട്രോഡ് മുക്കി വെക്കണം. എന്നിട്ട് അതിലോട്ട് കറണ്ട് കൊടുക്കണം. ആ ഇലക്ട്രോഡിനകത്തൂടെ കറണ്ട് കടത്തി വിട്ട് ഈ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനകത്തൂടെ പോകുമ്പോൾ അത് സ്പ്ലിറ്റ് ആവും. കാറ്റയോൺ കാഥോഡിലോട്ട് പോകും, ആനിയോൺ ആനോഡിലോട്ട് പോകും. ഈ റിയാക്ഷൻ എഴുതാം, ഓവറോൾ റിയാക്ഷൻ എഴുതാം, പരിപാടി. ഇതെല്ലാത്തിനും ചെയ്യണം. ഓരോ റിയാക്ഷൻ നമുക്ക് പഠിക്കേണ്ടത്, ഓരോ റിയാക്ഷനും നമുക്ക് അത് ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ? അപ്പം ആദ്യം നോക്കിക്കോളൂ. ആദ്യം ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ ലെഡ് ബ്രോമൈഡ് ആണ്. ഹെഡിങ് എഴുതിക്കോളൂ, ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ ലെഡ് ബ്രോമൈഡ്. എഴുതിക്കോ, ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ ലെഡ് ബ്രോമൈഡ്. ഈ മോൾട്ടൺ സോൾട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറയുക?
അക്വസ് സോൾട്ട് മോൾട്ടൺ സോൾട്ട് തമ്മിൽ വ്യത്യാസമാണ്. അക്വസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വെള്ളമുള്ളത്, മോൾട്ടൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് വെള്ളമില്ല. അപ്പൊ അയോൺസ് ഉണ്ടാകുമ്പോൾ ലെഡും ബ്രോമൈഡും മാത്രം, ലെഡ് അയോണും ബ്രോമൈഡ് അയോണും മാത്രമേ കാണത്തുള്ളൂ. H+ OH- കാണത്തില്ല. അക്വസോ അല്ലെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം, അതിനകത്ത് വെള്ളത്തിനെയും കൂടെ ഡിസോസിയേറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ മോൾട്ടൺ, ലെഡ്, ബ്രോമൈഡ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ, നമ്മള് ലെഡ് ബ്രോമൈഡ് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രോലിറ്റിക് സെല്ല് എന്താന്നുള്ള കാര്യം ഒന്ന് പഠിക്കണം. ഇലക്ട്രോലിറ്റിക് സെല്ല്. ഇലക്ട്രോലിറ്റിക് ആ പടം നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്, അത് നോക്കിയാൽ മതി. ഇലക്ട്രോലിറ്റിക് സെല്ല്, ഇവിടെ സെല്ലിന് ഒരു പേരുണ്ട്, അതിനെ ക്രൂസിബിൾ മെയ്ഡ് ഓഫ് സിലിക്ക. സിലിക്കയാണ്. അതേപോലെ തന്നെ ഇലക്ട്രോഡായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഗ്രാഫൈറ്റ് പ്ലേറ്റ്സ് ആണ്. ഗ്രാഫൈറ്റ് പ്ലേറ്റിന്റെ പ്രത്യേകത എന്താ? അത് റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല, ഇനർട്ടാണ്. ഓക്കെ ആണല്ലോ? ഗ്രാഫൈറ്റ് പ്ലേറ്റ്സ് ആണ്. ഇനി നമ്മുടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താ? എന്താണ് ഇലക്ട്രോലൈറ്റ്? മോൾട്ടൺ ലെഡ് ബ്രോമൈഡ് അവിടുത്തെ ഇലക്ട്രോലൈറ്റ്, അതിനകത്തോടല്ലേ അതിന്റെ ഇലക്ട്രോലിസിസ് അല്ലേ ചെയ്യുന്നത്. അപ്പം മോൾട്ടൺ ലെഡ് ബ്രോമൈഡ്. അപ്പം ഇനി ഇവിടത്തെ എന്താണ് അയോൺസ് ഏതൊക്കെയായിരിക്കും? ലെഡ് ബ്രോമൈഡിനെ നോക്കിയോ, ലെഡ് ബ്രോമൈഡിനെ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PbBr2നെ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? Pb2+ഉം Br1- ആയിരിക്കും. അപ്പൊ അയോൺസ് ഏതൊക്കെയായിരിക്കും? Pb2+ഉം Br1- ആയിരിക്കും. ഓക്കെ ആണോ? അപ്പം ഇതിൽ ആരായിരിക്കും കാഥോഡിലോട്ട് പോകുന്നത്? റിയാക്ഷൻ അറ്റ് കാഥോഡ്. ആരായിരിക്കും കാഥോഡിലോട്ട് പോകുന്നത്? Pb2+ ആയിരിക്കും പോകുന്നത്. എങ്ങനെയാ Pb2+ പോകുന്നത്? Pb2+ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? Pb ആയിട്ട് ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. Pb2+ Pb ആവണേ എന്ത് ചെയ്യണം? കാഥോഡിൽ ഫുൾ നെഗറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ട് 2 ഇലക്ട്രോണെ മേടിക്കണം. 2 ഇലക്ട്രോണെ വാങ്ങിച്ചു, ഇതെന്തായിട്ട് മാറി? Pb ആയിട്ട് മാറി. അപ്പൊ ഇവിടെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് നടന്നതെന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്യണം. ഗെയിൻ ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ എന്താ പറയുന്നത്? റിഡക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ റിഡക്ഷൻ നടന്നു, എഴുതിയുള്ളൂ. അതൊന്നും ടെക്സ്റ്റിനകത്ത് എഴുതിയിട്ടില്ല, ഞാൻ അങ്ങ് എക്സ്ട്രാ ചേർത്താണ്. അടുത്ത എന്താ? ആനോഡിൽ എന്തായിരിക്കും നടക്കുന്നത്? റിയാക്ഷൻ അറ്റ് ആനോഡ്. എന്തായിരിക്കും സംഭവിക്കുന്നത്? ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? Br1- എന്ത് ചെയ്യുന്നു? Br ആയിട്ട് മാറണം. ആണോ? ശരിയല്ലേ? ആണ്. Br- Br ആയിട്ട് ഒരിക്കലും മാറാൻ പറ്റില്ല. എന്താ? Br എപ്പോഴും Cl പറയുന്ന പോലെ Cl2 ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പൊ നമുക്ക് വേണേ എന്ത് ചെയ്യാം? ഒരുമിച്ച് വേണേ എഴുതാം. എന്താ? 2 Br1- 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? Br2 ആയിട്ട് മാറുന്നു. ഇതാണ് ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ലൂസ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് സംഭവിച്ചത്. ലോസ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ എന്തെന്ന് പറയും? ഓക്സിഡേഷൻ എന്ന് പറയും. ആനോഡ്, കാഥോഡിൽ റിഡക്ഷനും ആനോഡിൽ ഓക്സിഡേഷനും നടന്നു. ഇത് വേണം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? നേരത്തെ പറഞ്ഞില്ല, എങ്ങനെ എഴുതാം? ഒരു Br- ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Br ആയി, വീണ്ടും ഒരു Br- ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Br ആയി, ഈ Br-ഉം കൂടെ ചേർന്നിട്ട് Br2. ഇങ്ങനെ വേണം എഴുതാം. പക്ഷെ നിങ്ങൾ ചിന്തിച്ചോണം, കാഥോഡ് എത്ര ഇലക്ട്രോണെ വാങ്ങിക്കുന്നു അത്രയും ഇലക്ട്രോണെ തന്നെ ആനോഡ് വാങ്ങിക്കും. കാഥോഡ് എത്ര ഇലക്ട്രോണെ കൊടുക്കുന്നു അത്രയും ഇലക്ട്രോണെ തന്നെ ആനോഡ് വാങ്ങിക്കും. അപ്പൊ ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെങ്കിലും മൊത്തം 2 കൊടുത്തത്, ഇവിടെ 2 വാങ്ങിച്ചത്. മനസ്സിലായി? അത് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് 2 രീതിയിൽ എഴുതാൻ വേണ്ടോ? നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഞാനിപ്പോ ഈ പറഞ്ഞ രണ്ടാമത്തെ രീതിയിൽ എഴുതിയിരിക്കുന്നത്. അത് 2 രീതിയിൽ എഴുതാമെന്ന് നമ്മൾ നേരത്തെ മോഡിൽ നിന്ന് പഠിച്ചു വന്നപ്പോഴേ പറഞ്ഞതാണ്, അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ കൂടെ എഴുതണം. ഓവറോൾ റിയാക്ഷൻ എന്താണെന്ന് അറിയാമോ? ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ PbBr2 ആണ് ആ ഇലക്ട്രോലൈറ്റ് ആയിട്ട് കിടക്കുന്നത്. എന്ത് സംഭവിക്കുന്നു? അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് Pb ആയിട്ടും Br2 ആയിട്ടും മാറും. കണ്ടോ? അയോൺസ് കണ്ടോ? Pb ആയിട്ടും Br2 ആയിട്ടും മാറും. ഇത് എവിടെ ആകുന്നത്? ഈ Pb കാഥോഡിലാണ് കാണാൻ പറ്റുന്നത്, Br2നെ ആനോഡിലാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ. ഇത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ഇത് സോളിഡ് സ്റ്റേറ്റിലാണ്, ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ബ്രോമിൻ ഫോം ചെയ്യുന്ന ബബിൾസ് ആയിട്ടായിരിക്കും.
ഓക്കെ, അപ്പൊ ഇതിന്റെ ഒബ്സർവേഷൻ എന്താണെന്ന് കൂടെ എഴുതാം. ഒബ്സർവേഷൻ എന്താ? ബ്രോമിൻ ഫോം ചെയ്യുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ ഒരു റെഡിഷ് ബ്രൗൺ ഫ്യൂംസ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്, പുകയാണ് ഉണ്ടാകുന്നത്. റെഡിഷ് ബ്രൗൺ ബബിൾസ് അല്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ മോൾട്ടൺ അല്ലേ, വെള്ളമാണെങ്കിൽ മാത്രമേ ബബിൾസ് ഗ്യാസ് ബബിൾസ് ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. ഇത് ഫ്യൂംസ് ആണ്, പുകയായിട്ടാണ് വരുന്നത്, ബ്രൗൺ ഫ്യൂംസ് ആയിട്ട്. അപ്പം ഡാർക്ക് റെഡിഷ് റെഡിഷ് ബ്രൗൺ ഫ്യൂംസ് ഓഫ് ബ്രോമിൻ evolved. അടുത്തത് സിൽവറി ഗ്രേ മെറ്റൽ lead ഈസ് ഫോംഡ് അറ്റ് കാഥോഡ്. ശരിയല്ലേ? കാഥോഡിൽ ആരാ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ലെഡ് എപ്പോഴും ഒരു സിൽവറി ഗ്രേ കളറാണ് മെറ്റലിന്. അപ്പം കാഥോഡിന്റെ സർഫസ് ഗ്രാഫൈറ്റിലെല്ലാം എന്ത് വന്ന് കോട്ട് ചെയ്യും? ഒരു സിൽവറി ഗ്രേ കളറിലുള്ള എന്തോ ഒരു സബ്സ്റ്റൻസ് വന്ന് കോട്ട് ചെയ്യും. ആ സബ്സ്റ്റൻസ് ആണ് ലെഡ്. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ ഇലക്ട്രോലിറ്റിക് ചേംബർ സിലിക്ക ക്രൂസിബിൾ എടുത്തിരിക്കുന്നത്? ഈ സിലിക്ക ക്രൂസിബിൾ റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. എത്ര ചൂട് വന്നാലും അതുകൂടെ റിയാക്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ അയോൺസ് കൂടി ഇവിടെ ഉണ്ടാവും. മനസ്സിലായി? അത് റിയാക്ഷനിൽ പങ്കെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഈ സിലിക്ക വെച്ചിട്ടുള്ള ചേംബർ നമ്മൾ എടുത്തത്. അതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യാണ്. സിൻസ് ഒരു ഡോട്ട് എഴുതാം. സിൻസ് silica is non-reactive it can withstand high temperature and is almost non-conductor of electricity. അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്തുമില്ല, പകരം എന്താ മാത്രമല്ല അത് ബാക്കി എന്താ ചൂടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന് അയോൺസ് ഒന്നും ഫോം ചെയ്തില്ല, റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. ഇനി വേറൊരു കാര്യം കൂടെ എഴുതാം. എന്തുകൊണ്ടാണ് സിലിക്ക ഇതിനെ നമ്മൾ വെളിയിൽ നിന്ന് ഹീറ്റ് ചെയ്യുന്നത്? അതിന്റെ ഒരു കാരണം കൂടെ എഴുതണം. അതായത് the silica crucible is slowly heated from outside. അതിന്റെ കാരണം because solid lead bromide അതാണല്ലോ നമ്മൾ അതിനകത്ത് ചേർക്കുന്നത്, ബ്രോമൈഡ്. അതിനെയാണല്ലോ ഇലക്ട്രോളിസിസ് ചെയ്യുന്നത്, അല്ലേ? സോളിഡ് ലെഡ് ബ്രോമൈഡ് എന്ത് ചെയ്യുന്നറിയാമോ? ഈസ് എ നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സോളിഡ് ലെഡ് ബ്രോമൈഡ് ആണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. എന്നാൽ സോളിഡ് ലെഡ് ബ്രോമൈഡ് സോൾട്ട് സോളിഡ് സ്റ്റേറ്റിൽ കറണ്ട് കണ്ടക്ട് ചെയ്യുമോ? മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വ സ്റ്റേറ്റിലോ അല്ലേ കണ്ടക്ട് ചെയ്യുന്നത്. സോളിഡ് സ്റ്റേറ്റ് അയോണിക് കോമ്പൗണ്ട് കണ്ടക്ട് ചെയ്യുമോ? നേരത്തെ പഠിപ്പിച്ചല്ലയോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ മോൾട്ടൺ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് ഇതിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിനെയല്ല ചൂടാക്കുന്നത്, പകരം എന്ത് ചെയ്യും? അത് ഈ സിലിക്ക ക്രൂസിബിളിനെ ചൂടാക്കുമ്പോൾ അതിന്റെ ചൂട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ്? വന്നിട്ടാണ് ഇത് മോൾട്ടൺ ആകുന്നത്. അപ്പോഴാണ് ഇത് കണ്ടക്ടിങ് ആവുന്നത്. അതുവരെ ഇതെന്തല്ല, കണ്ടക്ടിങ് അല്ല. മനസ്സിലായോ? അപ്പം സോളിഡ് ലെഡ് ബ്രോമൈഡ് ഈസ് നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിക് കറണ്ട് since its ions are not free but held together by electrostatic force of attraction.
as heated slowly from outside. So to keep lead bromide in molten state we use we heat silica crucible slowly from outside. ഇനി അവർ ചോദിക്കും why graphite electrode is used. എന്താ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്? പ്ലാറ്റിനവും യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കും. അതായത് പ്ലാറ്റിനം അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എഴുതിക്കോ ഗ്രാഫൈറ്റ് anode is preferred to other inert electrodes like platinum, since graphite is unaffected by reactive bromine vapors എന്ന് പറയാൻ അർത്ഥം എന്താ പറയുക? നമുക്ക് വേണമെങ്കിൽ വേറെ പ്ലാറ്റിനം പോലെയുള്ള ഇനർട്ട് റിയാക്ട് ചെയ്യാത്ത ഇലക്ട്രോഡ് ഉപയോഗിക്കാം. പക്ഷെ അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ ആ ബ്രോമിൻ വേപ്പേഴ്സിനെ വരുന്ന സമയത്ത് അത് അഫക്ട് ചെയ്യാതിരിക്കത്തുള്ളൂ. പ്ലാറ്റിനം ആണെങ്കിലും ഇനർട്ട് ആണെങ്കിലും ചെറിയ രീതിയിൽ ആ ബ്രോമിൻ വേപ്പേഴ്സ് വരുമ്പോൾ അതിനെ അഫക്ട് ചെയ്യും. ഈവൻ അതിന്റെ കളർ എങ്കിലും എന്ത് ചെയ്യും? മാറും. പക്ഷെ ഗ്രാഫൈറ്റ് ആണെങ്കിൽ അത് കുഴപ്പമില്ല. മനസ്സിലായോ? അതാണ് അതിന്റെ കാരണം. അപ്പൊ ഇത്രയുമേ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. നമുക്ക് നാളെ അടുത്ത ക്ലാസ് കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിൽക്കട്ടെ, നന്നായിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാനായിട്ട് ഇരിക്കാനായിട്ട്. നിൽക്കട്ടെ.